ഹായ് ഓൾ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. എന്നൊരു തട്ടിക്കൂട്ട് വ്ളോഗാട്ടോ. ശനിയാഴ്ച ആയിട്ട് കുറേ നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും വേണ്ടിയിട്ട് പോകാനായിട്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ആദ്യം പെട്രോൾ അടിക്കാൻ വന്നു. പെട്രോൾ അടിക്കാൻ വന്നപ്പോഴാണ് ഫ്രീ ആയിട്ടൊരു ക്രോസൻറ്റ് എങ്ങനെ കഴിക്കാം എന്നുള്ളതിൻ്റെ ഒരു വ്ളോഗും കൂടി ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ച് അത് കാണിക്കാം കേട്ടോ. പെട്രോൾ അടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കട്ടെ. പേയ്മെൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു, പേയ്മെൻറ്റ് കൊടുത്തു. ഇനിയുള്ള സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മെയിൻ പമ്പാണ് അഡ്നോക്ക്. അപ്പോൾ അവിടുന്ന് ഞാൻ അഡ്നോക്കിൽ നിന്ന് മാത്രമേ പെട്രോൾ അടിക്കുള്ളൂ. അഡ്നോക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലിങ്ങനെ എത്രയൊരു പോയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് 7,000 പോയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എന്തെങ്കിലും കോഫി അല്ലെങ്കിൽ ക്രോസൻ്റ് അല്ലെങ്കിൽ അവരിങ്ങനെ ഓഫറായിട്ട് കാണിക്കും. അത് പോയിട്ട് റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്നതിലൊരു അവരുടെ ഒരു സ്റ്റോർ ഉണ്ട്. അപ്പം പോയി നോക്കാം ഈ സംഭവം കിട്ടുമോ എന്നുള്ളത്. സംഭവം കിട്ടും. സംഭവം അവിടെ ഉണ്ടായാൽ മതി. അപ്പം പോയി കാണിച്ചു തരാം. ഈ കാണുന്ന ക്രോസനിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ. സനോറ, ഏത് വേണം? അത് മതിയാ? ചിക്കൻ ഒന്നും വേണ്ട. ഇതുപോലെ ബട്ടർ പിസ്താഷ്യോ ക്രോസൻ അത് മതി. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് വിട്ടാൽ ഇനി ഇവിടെ കൗണ്ടറിൽ പോയിട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. ഇന്നിപ്പോൾ നമ്മളെ ഭാഗ്യം ശരിയില്ലെങ്കിൽ ചിലപ്പോൾ അതും കിട്ടില്ല. ടെസ്റ്റ് അടിച്ച് നോക്കാം. അങ്ങനെ സംഭവം കിട്ടിയിട്ടാ. സംഭവം സക്സസ് ആയി. ചില ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പെട്രോൾ പമ്പ്. ഇവിടെ ഈ സംഭവം ഉണ്ട്. അങ്ങനെ കേട്ടില്ല. അയ്യോ, അവര് നമുക്ക് സ്പൂൺ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സ്പൂൺ വാങ്ങാനായിട്ട് സ്ഥലം പിന്നെ വിട്ടു. വണ്ടിയിലൊരാള് കണ്ണെഴുതിയിരിക്കും. ആ വണ്ടിയിലൊരാള് കണ്ണെഴുതിയിട്ടിരിക്കും. കൊണ്ട പോലെയുണ്ട്. സ്പൂണൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഇവിടെ അവര് പറഞ്ഞ. പിന്നെ ഇക്കടുത്തൊന്നും കഴിച്ചു നോക്കിട്ട് റിവ്യൂ പറ. ഇതിനിപ്പോ സ്പൂൺ അതിങ്ങനെ കുത്തു കൊടുക്ക്. അപ്പൊ അത് വിച്ചു കാണണ്ട. ഞാൻ ഇതിന് എല്ലാ പ്രാവശ്യം ഇച്ചു ഞാൻ വാങ്ങിച്ചു കൊടുക്കാറ്. ഇച്ചു നീ ക്ഷമിക്കണം. അബുദാബിയിലാണ് ഇച്ചുനോട് നോണ പറഞ്ഞിട്ട് ഷാറുഖ് അജ്മാന്റെ കറങ്ങി. ഞങ്ങൾ അബുദാബിക്ക് പോണ വഴി അടച്ചോ. സൂപ്പറാ സൂപ്പറാ. ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ UAE-യിലുള്ളവരൊക്കെ അഡ്നോക്കിന്ന് പെട്രോൾ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ആപ്പ് യൂസ് ചെയ്യാം. ഓരോ പ്രാവശ്യം പെട്രോൾ അടിക്കുമ്പോൾ അതിലൊരു QR കോഡ് ഉണ്ട്. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം, പെട്രോൾ അടിക്കാം. ഇനി നമുക്ക് എവിടെ പോവാം? ലാമർ ദുബായി പോകണം. നമുക്ക് അജ്മാനിലുള്ള പാർക്കിൽ പോവാം. നമ്മുടെ അടുത്ത പരിപാടി, നമ്മൾ ദുബായിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കരാമയിലൊരു സാധനയുടെ ഒരു ഇക്കാനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവർ സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം ഇവിടെ അജ്മാനിലുള്ള ഏതൊരു പാർക്കാണ്. നമ്മൾ ലൊക്കേഷനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ലൊക്കേഷൻ എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ട് പോണതാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വരാം. അതിൻ്റെ ഇടയിൽ നമ്മൾ രാത്രി 12 മണിക്ക് തുടരുന്നല്ലേ പടത്തിൻ്റെ പേര്? തുടരും. ലാലേട്ടൻ്റെ തുടരും ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പോകണം. പിന്നെ മൊത്തത്തിൽ ഒരു എന്ത് മൂടാ
എന്തോ ഒരു മൂഡാണ്, സാറ്റർഡേ മൂഡ്. സാറ്റർഡേ മൂഡാണ്. ഓക്കെ, അപ്പം ഇനി ബാക്കി പാർക്കിൽ പോയിട്ട് കാണിക്കാം. ഓക്കെ, ഇതാട്ടാ നമ്മള് റീൽസിൽ കംപ്ലീറ്റ് കാണാറുള്ള സംഭവം. ഇത് അങ്ങോട്ട് തുറന്നിട്ട് നല്ല വ്യൂ ഒക്കെയാണ്. സാധനം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്തേ. കാണിച്ചു കൊടുത്തേ. തുറക്കാൻ പറ്റണില്ല. ഞങ്ങൾ വന്നപ്പോ തന്നെ ടെസ്റ്റ് അടിച്ച് നോക്കി തുറക്കാനായിട്ട്, പക്ഷെ തുറക്കാൻ പറ്റണില്ല. ചതിച്ചതാ. വീക്കെൻഡ് ആയ കാരണം ബീച്ചിൽ നല്ല തിരക്കാം. അത് കാരണം ബീച്ചാണ്, എല്ലാവരും ബീച്ചിലത്തെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അത് കാരണം ചുറ്റും കാര്യമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. വീഡിയോ എടുത്ത് നടക്കാം, ഇവിടെ ഫോട്ടോ എടുത്തിട്ട് ഈ നേരത്ത് ഇടാൻ പറ്റില്ല. രാത്രി ആയ കാരണം പ്രത്യേകിച്ച് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. അവിടെ പാർക്കുണ്ട് കുട്ടികളുടെ. പിന്നെ അവിടെ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ പോയി ഇരിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്, ഞങ്ങളല്ല ഞാൻ വന്നിട്ടുണ്ട്. എമി കുഞ്ഞായിരുന്നപ്പോൾ ഉപ്പാടെ ഉമ്മാടൊക്കെ കൂടെ വന്നിട്ടുണ്ട്. എനിക്കത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ ബീച്ചിലേക്കാണ് വരുന്നതെന്നുള്ളത്. അന്ന് പക്ഷെ ഇത്ര സെറ്റപ്പൊന്നും ആക്കിയിട്ടുണ്ടായില്ല. ഇപ്പം ബീച്ച് സെറ്റപ്പ് ആക്കി ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട്. നല്ല ചൂടും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്കാർ കുറേ ഉണ്ട്. കൂടുതലും ലോക്കൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബീച്ചിലത്തെ ഡ്രസ്സ് അതായത് കുളിക്കാനുള്ള അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് വന്നേക്കുന്നത്. അപ്പോൾ അമ്മ കാര്യമായിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ ജയിലിലിട്ടിട്ട് അവിടുത്തെ മന്തി തിന്നേണ്ടി വരും. അത് കാരണം നമ്മ ഈ തിരക്കിന്നൊക്കെ മാറിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. സാധനതേ ആ കാണണേ കല്ലും കൂടെ നടക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ട്. സാധനം അവിടെ ഒരു ഫ്രെയിം ഉണ്ട്, അതിൽ ഒന്നൊരു വീഡിയോ എടുത്തോ. വീഡിയോ ആണ്, എന്ത് ഫ്രെയിം അത്? വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, അത്യാവശ്യം ഫുൾ പാക്ക്ഡ് ആണ്. കടലിൽ ചാർന്നൊരു സ്പെഷ്യൽ ഷോട്ടൊക്കെ എടുക്കാം സാധനം. നമുക്ക് ചാടിക്കോ, ഒന്നും നോക്കണ്ട. മീൻ കിട്ടോ? മീൻ കിട്ടാനേ ഞാൻ എര ഇട്ടിട്ടില്ല. എര ഇടാണ്ട് എങ്ങനെ മീൻ കിട്ടാ? അതൊന്നും അതിനറിയണ്ടാവില്ല. ഇതിപ്പോ അവനെ ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല. അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അവനെ പറഞ്ഞു കൊടുക്കാന്. പിന്നെ ഞാൻ അവന്റെ വായിലിരിക്കുന്നത് കേൾക്കാണ്ട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക്. അവനെന്തോ ബിസ്ക്കറ്റാ എന്തോ സംഭവം ഉണ്ട് അവൻ്റെ കയ്യില്. ഇവിടുത്തെ പാർക്കൊക്കെ ഇപ്പൊ സെറ്റപ്പ് ആക്കിട്ടാ. ഇവിടെ അത്യാവശ്യം അത്യാവശ്യം നല്ല അതവര് കൊണ്ട് നിൽക്കണല്ലേ. ഇവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഗ്രില്ലിങ്ങും കാര്യങ്ങളൊന്നും പറ്റില്ല. വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കഴിക്കാം. അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ നമ്മവിടെ കുറേ നേരം ഇരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ നേരെ ഇവിടെ ചൈന മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട് ഇവിടെ. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ്. ഇവിടെ കുറച്ച് നേരം നടക്കണം, എന്തെങ്കിലും പറ്റിയത് ഇഷ്ടപ്പെട്ടൊക്കെ കാണണമെങ്കിൽ അതൊക്കെ വാങ്ങണം. അതൊക്കെയാണ് പരിപാടി. അതോടുകൂടി നമ്മുടെ സാറ്റർഡേ വ്ളോഗ് കഴിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.